പശ്ചിമഘട്ട പരിസ്ഥിതി ദുർബല പ്രദേശവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കാൻ നിർദ്ദേശം. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ 43.8 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ESA പരിധിയിലുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 28 വില്ലേജുകളാണ് പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ ഉൾപ്പെടുത്തി കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ ലഭ്യമാക്കിയിട്ടുള്ള കരട് റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഭിപ്രായം പരിസ്ഥിതി വകുപ്പിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയം ചർച്ച ചെയ്യുകയും കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന് നിർദ്ദേശം സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തതായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. ESAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിലെ 28 വില്ലേജുകളിലെ ESA പ്രകാരം പശ്ചിമഘട്ട മേഖലയിലുള്ള എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെ ഒരു റിപ്പോർട്ട് ഇടുക്കി ജില്ലയിലെ എല്ലാ വില്ലേജുകളിലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 43.8 ഹെക്ടർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിന് പഞ്ചായത്ത് കമ്മിറ്റി വളരെ ഗൗരവപൂർവ്വം ഇത് ചർച്ച ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ തിരുവനന്തപുരം കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കുക, അങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിന് കൈമാറുക എന്നുള്ള വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ പഞ്ചായത്തിൻ്റെ അഭിപ്രായം ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ 43.8 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ESA പരിധിയിലുള്ളത്. 2014 ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന നടപടികളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ഗ്രാമപഞ്ചായത്ത് കൃത്യമായ അഭിപ്രായം കാലാവസ്ഥാ വ്യതിയാന വകുപ്പിനെ അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു.